ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷ്യൻ ജൂബിലി ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ നോമ്പുകാലത്ത് മൂലപാപങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ അസൂയയെക്കുറിച്ചാണ് ധ്യാനിച്ചത്. അതിന് മുമ്പ് അഹങ്കാരത്തെക്കുറിച്ചും നമ്മൾ ധ്യാനിച്ചിരുന്നു. ഇന്ന് നമ്മൾ മൂലപാപമായ കോപത്തെക്കുറിച്ചാണ് ധ്യാനിക്കുക. കോപം അതൊരു മൂലപാപമാണ്. കോപത്തിലൂടെ ഒത്തിരിയേറെ പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. പല ദമ്പതികളെക്കുറിച്ചും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, ഒന്നുകിൽ ഭർത്താവിൻ്റെ കോപം അല്ലെങ്കിൽ ഭാര്യയുടെ മുൻകോപം, ഇതേതെങ്കിലും ഒന്ന് അവരുടെ കുടുംബജീവിതത്തെ വളരെയധികം ബാധിക്കുന്നു, തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നു, ചില ബന്ധങ്ങളെ ഡിവോഴ്സിലേക്ക് പോലും എത്തിക്കുന്നു. ചില മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ചില കുടുംബങ്ങളിൽ ഒത്തിരിയേറെ പ്രതിസന്ധികൾ, മക്കൾ ഭയത്തിൽ കഴിയുന്നു. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ചിലപ്പോൾ അപ്പൻ്റെ മുൻകോപം അല്ലെങ്കിൽ അമ്മയുടെ മുൻകോപം എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ചില ഭവനങ്ങളിൽ മക്കളുടെ കോപം അത് മാതാപിതാക്കളെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്, കുടുംബത്തിൻ്റെ സമാധാനം തകർത്ത് കളയുന്നുണ്ട്. അതോടൊപ്പം ചിലപ്പോൾ അയൽപ്പക്ക ബന്ധങ്ങൾ തകർന്നു പോകുന്നു. അത് കോപത്തിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് സംസാരത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നു, വഴക്കുകളൊക്കെ ഉണ്ടാകുന്നു. ചില വ്യക്തികളുടെ മുൻകോപം മൂലം, അവരുടെ കോപശീലം മൂലം അവരുടെ ജോലി അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അധ്യാപകരൊക്കെ ആണെങ്കിൽ അങ്ങനെ കോപം വളരെ ശക്തമായിട്ടുള്ള അധ്യാപകരാണെങ്കിൽ കുട്ടികൾക്ക് അവരെ സമീപിക്കുവാൻ ഭയമാണ്, അസ്വസ്ഥതയാണ്. വൈദികരാണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും അവരെ എടുത്താലും അവരും കോപമുള്ളവരും മുൻകോപികളൊക്കെ ആണെങ്കിൽ മറ്റുള്ളവർക്ക് അവരെ സമീപിക്കുവാൻ മടിയാണ്, ഭയമാണ്. അപ്പം ഏത് മേഖലയിലും ഈ കോപം എന്ന മൂലപാപം ഒത്തിരിയേറെ പ്രതിസന്ധികളും അസ്വസ്ഥതകളും സൃഷ്ടിക്കുന്നു, ബന്ധങ്ങളെ തകർക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ നോമ്പുകാലത്ത് ഈ മൂലപാപമായ കോപത്തെ നിയന്ത്രിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, മുൻകോപി കലഹം ഇളക്കി വിടുന്നു, ക്ഷമാശീലൻ അത് നശിപ്പിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില കുടുംബങ്ങളിലെയൊക്കെ കലഹങ്ങളുടെ കാരണം അല്ലെങ്കിൽ ചില സഹോദരങ്ങൾക്കിടയിലുള്ള കലഹങ്ങൾക്ക് കാരണം അത് മുൻകോപമാണ്. പെട്ടെന്ന് നിയന്ത്രിക്കാനാകാത്ത കോപവും അസ്വസ്ഥതകളുമാണെന്ന് വചനം പഠിപ്പിക്കുകയാണ്. യാക്കോബിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായം 19-20 തിരുവചനങ്ങളിൽ ഇപ്രകാരമാണ് യാക്കോബ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരരെ, ഓർമ്മിക്കുവിൻ, നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരും ആയിരിക്കണം. വചനത്തിലൂടെ ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് വേണ്ടത്. കേൾക്കുന്നതിൽ നമ്മൾ കൂടുതൽ സന്നദ്ധ കാണിക്കണം. മറ്റുള്ളവരെ കേൾക്കുന്നതിൽ, ശ്രവിക്കുന്നതിൽ നമ്മൾ കൂടുതൽ സന്നദ്ധ കാണിക്കണം. ഭവനത്തിലാകട്ടെ ഭാര്യയും ഭർത്താവിനെ കേൾക്കുന്നതിൽ, ഭർത്താവ് ഭാര്യയെ കേൾക്കുന്നതിൽ, മാതാപിതാക്കൾ മക്കളെ കേൾക്കുന്നതിൽ കൂടുതൽ സന്നദ്ധയുള്ളവരായിരിക്കണം. എന്നിട്ട് വചനം പറയുകയാണ്, സംസാരിക്കുന്നതിൽ തിടുക്കം കാട്ടാതിരിക്കുക. അതിനുശേഷം വചനം പറയുകയാണ്, കോപിക്കുന്നതിൽ മന്ദഗതിക്കാരാകണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കും, കുടുംബത്തിൽ കൂടുതൽ സമാധാനവും സന്തോഷമുണ്ടാകുമെന്ന് കർത്താവിൻ്റെ വചനം പറയും. അതെ, കോപം നിയന്ത്രിക്കാതെ വരുമ്പോൾ അത് ബന്ധങ്ങളെ തകർത്ത് കളയുന്നു, ആഴമായ വിധത്തിൽ മുറിവേൽപ്പിക്കുന്നു. ചിലപ്പോൾ മനുഷ്യരുടെ മനസ്സിൽ ഒരിക്കലും ഉണങ്ങാത്ത വിധത്തിലുള്ള മുറിവുകൾ അത് അവശേഷിപ്പിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൻ്റെ 29-ാം തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, പെട്ടെന്ന് കോപിക്കാത്തവന് ഏറെ വിവേകമുണ്ട്, മുൻകോപി ഭോഷത്വത്തെ താലോലിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ വചനം പറയുകയാണ്, വിവേകമുള്ള വ്യക്തികൾക്കാണ് കോപത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത്. വിവേകം കുറവാണെങ്കിൽ അങ്ങനെ കോപത്തെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല എന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 14 മുതൽ തിരുവചനങ്ങളിൽ ഈശോ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈശോ അവിടെ ക്ഷമയുടെ ചൈതന്യം കിട്ടുവാൻ വേണ്ടി, കോപത്തിൻ്റെ ചൈതന്യം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. പ്രാർത്ഥനയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ
ഞങ്ങളുടെ കടങ്ങളും. അതെ, കടങ്ങൾ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണല്ലോ, വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് സാധിക്കുമ്പോഴാണല്ലോ കോപം നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത്, അല്ലെങ്കിൽ കോപിക്കാതിരിക്കാനുള്ള ഒരു സാധ്യത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇവിടെയൊക്കെ കോപത്തെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഈ കോപം മൂലം ഒത്തിരിയേറെ പ്രതിസന്ധികൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയിലൂടെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ കൂടുതൽ നന്മകളും കൃപയും നിറയാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-23 തിരുവചനങ്ങളിൽ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വലിയ സത്യം ഇതാണ്: ജഡത്തിൻ്റെ വ്യാപാരങ്ങളെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞാണ്. അപ്പോൾ കോപം ജഡത്തിൻ്റെ വ്യാപാരമാണെന്നാണ് പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെ 19-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം. അപ്പോൾ കോപം ഒരു ജഡത്തിൻ്റെ വ്യാപാരമാണെന്ന് പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് ഈ ജഡത്തിൻ്റെ വ്യാപാരമായ കോപത്തെ എങ്ങനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും? പൗലോസ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറയണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. അപ്പോൾ ജഡത്തിൻ്റെ വ്യാപാരങ്ങളെ നിയന്ത്രിക്കുവാൻ ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നമ്മൾ നിറയണം എന്നാണ് പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ മൂലപാപങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ പ്രത്യേകം ചിന്തിക്കുക, എൻ്റെ ജീവിതത്തിൽ ഈ കോപം നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ കോപം മൂലം എൻ്റെ കുടുംബത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ടോ? എൻ്റെ കോപം മൂലം എൻ്റെ ജീവിത പങ്കാളിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? എൻ്റെ കോപം മൂലം ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? എൻ്റെ കോപം മൂലം അയൽക്കാർക്ക് എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടോ? അത് നമ്മൾ ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. കോപത്തെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? കോപത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞ് കോപത്തെ അതിജീവിക്കുവാൻ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 29-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്: രോഷാകുലൻ കലഹം ഇളക്കി വിടുന്നു, കോപശീലൻ അതിക്രമങ്ങൾ വരുത്തി വയ്ക്കുന്നു. നമുക്കറിയാം, ഈ കോപം മൂലം, പെട്ടെന്നുള്ള കോപം മൂലം അതിക്രമങ്ങൾ ഉണ്ടാകും. നമ്മൾ പത്രത്തിലും ടി വിയിലൊക്കെ കാണുന്നുണ്ടല്ലോ. ചിലപ്പോൾ ഒരു വണ്ടി വേറൊരു വണ്ടിയിൽ തട്ടി പരസ്പരം സംസാരിച്ച് വഴക്കായി ഉടനെ തന്നെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് കുത്തി, അങ്ങനെ അപകടത്തിൽപ്പെട്ടവരും മരിച്ചവരും ഒക്കെ ഉണ്ട്. കോപം മൂലം ഇപ്പോൾ മകളോ മകനോ തെറ്റായ സ്നേഹബന്ധത്തിൽപ്പെട്ടു, അത് കോപത്തോടുകൂടി ചോദിച്ചു, ചിലപ്പോൾ അത് പിന്നീട് വലിയ വഴക്കിലും കൊലപാതകത്തിലൊക്കെ എത്തിയിട്ടുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഇഷ്യൂ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് ദേഷ്യം വന്ന് വലിയ പ്രതിസന്ധിയിലും മർദ്ദനത്തിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കോപത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് അതിക്രമങ്ങൾ വരുത്തി വയ്ക്കുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മോട് പറയുകയാണ്. ഈശോയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ഈശോയെ ഒറ്റിക്കൊടുത്ത നിമിഷങ്ങളിൽ പോലും ഈശോ വളരെ ശാന്തമായിട്ടാണ് തൻ്റെ ശിഷ്യനോട് പെരുമാറുന്നതും പ്രാർത്ഥിക്കുന്നതും. എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 26-27 വചനങ്ങൾ പഠിപ്പിക്കുകയാണ്: കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. അപ്പോൾ സ്നേഹമുള്ളവരെ, സ്വാഭാവികമായ ജീവിതത്തിൽ ചില സമയങ്ങളിൽ കോപിക്കേണ്ട കാര്യങ്ങളൊക്കെ വന്നേക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അത് സൂര്യാസ്തമയത്തിന് ശേഷം ആ കോപം നിലനിൽക്കാൻ പാടില്ല എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്: സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു, പരുഷമായ വാക്ക് കോപം ഇളക്കി വിടുന്നു. അപ്പോൾ നമ്മുടെ സംസാരത്തെ നമ്മൾ ശ്രദ്ധിക്കണം. എൻ്റെ സംസാരത്തിലൂടെ മറ്റൊരു വ്യക്തിയുടെ കോപത്തെ ഇളക്കി വിടുന്നുണ്ടോ? മറ്റൊരു വ്യക്തിയുടെ കോപത്തെ ഇളക്കി വിടുന്ന സംസാരം എനിക്കുണ്ടോ എന്ന് ഞാൻ ആത്മശോധന ചെയ്യണം. കർത്താവിൻ്റെ വചനം പറയാണ്, സൗമ്യമായ മറുപടിയും വാക്കുകളും ആണെങ്കിൽ അത് വളരെ ശാന്തമായിട്ട് ജീവിതത്തെ മുമ്പോട്ട് നയിക്കും. എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 31-32 തിരുവചനങ്ങളിൽ വചനം പഠിപ്പിക്കുകയാണ്: സകല വിദ്വേഷവും, ക്ഷോഭവും, ക്രോധവും, അട്ടഹാസവും, ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. അപ്പോൾ കോപത്തെ നിയന്ത്രിക്കണം എന്ന് കർത്താവ് വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ കർത്താവ് പഠിപ്പിക്കുകയാണ്: എന്നാൽ നിങ്ങളോട് ഞാൻ പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ
ന്യായവിധിക്ക് അർഹനാകും. അപ്പോൾ കോപം അതൊരു മൂലപാപമാണ്. അത് വലിയ പ്രതിസന്ധികളിലേക്ക്, തെറ്റുകളിലേക്ക് നമ്മളെ നയിക്കുന്നു എന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. കൊളോസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ലീഹ 3-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവം ഉണ്ടായാൽ പരസ്പരം ക്ഷമിച്ചും സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. സ്നേഹമുള്ളവരെ, കർത്താവ് നമ്മോട് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാനുള്ളൊരു മനസ്സ്, ഹൃദയം നമുക്ക് ആവശ്യമാണ്. നമ്മൾ കോപത്തെ നിയന്ത്രിക്കേണ്ടതുണ്ട്. ഈ കോപം ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളിലേക്ക് നമ്മൾ കൊണ്ടുപോകാമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 32-ാം തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, ക്ഷമാശീലൻ കരുത്തിനേക്കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചെടുക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ്. കർത്താവിൻ്റെ വചനം പറയാണ്, ക്ഷമയുടെ ശക്തിയെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. കോപത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി നഗരം പിടിച്ചെടുക്കുന്ന ഒരു വ്യക്തിയേക്കാളും ശ്രേഷ്ഠനാണെന്ന് കർത്താവിൻ്റെ വചനം പറയുക. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുക, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പോൾ സ്നേഹമുള്ളവരെ, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് സ്ഥാപിക്കപ്പെടും. നമ്മുടെ കുടുംബങ്ങളിലേക്ക് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലേക്കൊക്കെ കടന്നു ചെന്നാൽ സമാധാനം നഷ്ടപ്പെടുത്തുന്ന അനേകരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഉള്ള സമാധാനം ചില വ്യക്തികൾ വരുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നു. അതിൻ്റെ കാരണം എന്താണ്? അവർ കോപം ഇളക്കി വിടുന്നു. ഒന്നുകിൽ അവരുടെ കോപം, അല്ലെങ്കിൽ അവർ മറ്റുള്ളവരിൽ കോപം ജനിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ കോപം എന്ന മൂലപാപത്തെ നമ്മൾ അതിജീവിക്കേണ്ടതുണ്ട്. അപ്പോൾ കുടുംബത്തിലെ പല പ്രതിസന്ധികളും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. സമൂഹത്തിലെ പല പ്രശ്നങ്ങളും തീർക്കാൻ സാധിക്കും. അയൽക്കാരുമായിട്ടുള്ള പല പ്രശ്നങ്ങളും നമുക്ക് തീർക്കാൻ സാധിക്കും. ജോലി സ്ഥലത്തെ പല പ്രശ്നങ്ങളും നമുക്ക് തീർക്കാൻ സാധിക്കും. മക്കളും മാതാപിതാക്കളും തമ്മിൽ നല്ല ബന്ധമുണ്ടാകും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടാകും. കോപം എന്ന ആ മൂലപാപത്തെ അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തുടർന്ന് വരുന്ന ആരാധനയിൽ ഈശോയെ ഈ മൂലപാപമായ കോപത്തെ നിയന്ത്രിക്കാനുള്ള കഴിവും അഭിഷേകവും ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന 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 സ്നേഹമേ, ആരാധന 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 സ്നേഹമേ, ആരാധന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നോമ്പുകാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മളെ തന്നെ കണ്ടെത്തുവാനും ആത്മീയമായിട്ട് ശക്തിപ്പെടുവാനും നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാനും ഒരു പുതിയ അഭിഷേകത്തിലേക്ക് കടന്നു വരാനും ഈശോയോട് പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന ദിവസങ്ങളാണ്.
കർത്താവ് നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും കർത്താവിൻ്റെ തിരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ മൂലപാപങ്ങളെക്കുറിച്ചാണ് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കോപം എന്ന മൂലപാപത്തെക്കുറിച്ചാണ് ധ്യാനിച്ചത്. അതേ, കോപം, മുൻകോപം കുടുംബത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും ജോലിസ്ഥലത്തിലുമൊക്കെ ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ നമുക്കറിയാം. കോപത്തെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത് മൂലം എത്ര കുടുംബ ബന്ധങ്ങളാണ് തകർന്നു പോകുന്നത്. കോപത്തെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത് മൂലം എത്രയോ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണ് വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും, ഒരുപക്ഷെ ഡിവോഴ്സിലെത്തുന്നത് പോലും കോപത്തെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത് മൂലം പലപ്പോഴും സംഭവിക്കുന്നു. സ്നേഹമുള്ളവരെ, അതോടൊപ്പം എത്ര കുടുംബങ്ങളിലാണ് മക്കൾ മാതാപിതാക്കളുടെ കോപം മൂലം ഭയത്തിൽ കഴിയുന്നത്. അതോടൊപ്പം ജോലിസ്ഥലങ്ങൾ, എത്രയോ സന്തോഷത്തോടെ ജോലി ചെയ്യേണ്ട ഇടങ്ങളിൽ ചില വ്യക്തികളുടെ, സഹപ്രവർത്തകരുടെ, അധികാരികളുടെ ഒക്കെ കോപം മൂലം എന്തുമാത്രം പ്രതിസന്ധികളാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അയൽപ്പക്കക്കാർ തമ്മിലുള്ള ബന്ധങ്ങളിൽ കോപം എന്തുമാത്രം വിള്ളലുകൾ ഉണ്ടാക്കുന്നു. അതേ സ്നേഹമുള്ളവരെ, കോപം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിജീവിക്കേണ്ട ഒരു മൂലപാപമാണ്. ഈ നോമ്പുകാലത്ത് പ്രത്യേകമായിട്ട് ഈശോയുടെ കരങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെയും കോപശീലത്തെ സമർപ്പിക്കാം, വിശുദ്ധീകരിക്കാനായിട്ട്. കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, മുൻകോപി കലഹം ഇളക്കി വിടുന്നു, ക്ഷമാശീലൻ അത് നശിപ്പിക്കുന്നു. അതെ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ തന്നെ എത്രയോ ഉദാഹരണങ്ങളാണ്. ചിലരുടെയൊക്കെ മുൻകോപം മൂലം എന്തുമാത്രം കലഹങ്ങളാണ് കുടുംബത്തിലുണ്ടാകുന്നത്, ജോലി ഇടങ്ങളിലൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ തന്നെ എത്രയോ അനുഭവിച്ചിട്ടുണ്ട്. കർത്താവ് വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരും ആയിരിക്കണമെന്ന്. അതേ സ്നേഹമുള്ളവർ, നമ്മുടെ കോപശീലത്തെ നമ്മൾ അതിജീവിക്കേണ്ടതുണ്ട്. ഈ മൂലപാപം നമ്മുടെ ജീവിതത്തെ വളരെയധികം പ്രതിസന്ധികളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, പെട്ടെന്ന് കോപിക്കാത്തവന് ഏറെ വിവേകമുണ്ട്, മുൻകോപി ഭോഷത്വത്തെ താലോലിക്കുന്നുവെന്ന്. അതേ സ്നേഹമുള്ളവരെ, പെട്ടെന്ന് കോപിക്കുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ഈശോയോട് നമുക്കതൊന്ന് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവേ, അതിലും ഈശോ എത്ര മനോഹരമായിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, ഓർമ്മിപ്പിക്കുന്നത്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ. അതേ സ്നേഹമുള്ളവരെ, നമ്മുടെ കടക്കാരോട് ക്ഷമിക്കുവാൻ നമ്മുടെ കോപം തണുക്കേണ്ടതുണ്ട്. മുൻകോപത്തെയും കോപശീലത്തെയും അതിജീവിക്കേണ്ടതുണ്ട്. അതിനുള്ള കൃപ നമുക്ക് വേണം. പൗലോസ്ലീഹ പറഞ്ഞു, കോപിച്ചാൽ തന്നെ കോപിക്കാം, എന്നാൽ അത് സൂര്യാസ്തമയം വിട്ട് പോകരുത്, അപ്പോൾ അത് പാപമായി മാറുന്നു. അതേ സ്നേഹമുള്ളവർ, നമ്മുടെ ജീവിതത്തിലെ കുടുംബത്തിലാകട്ടെ, ജോലി സ്ഥലങ്ങളിലാകട്ടെ, പ്രവർത്തന മേഖലകളിലാകട്ടെ കോപം മൂലം പ്രതിസന്ധികൾ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവിനത് സമർപ്പിക്കാം. ഈശോയെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു എന്ന ആ വചനം ഞങ്ങൾ ഓർക്കുന്നു. കുടുംബത്തിൽ സൗമ്യമായി സംസാരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതേ സ്നേഹമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ കൃപ ആവശ്യമാണ്, കർത്താവിൻ്റെ അനുഗ്രഹം ആവശ്യമാണ്. കോപത്തെ നമ്മൾ അതിജീവിക്കേണ്ടതുണ്ട്. പ്രത്യേകമായിട്ട് ഈ നിയോഗം സമർപ്പിച്ച് കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് നമുക്ക് ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, നേരായൊരു നൽ മാനസം തീർത്തരുൾകെന്നിൽ ദേവാ. നിർമ്മലമായൊരു
ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകെന്നിൽ ദേവാ. ഈശോയെ, ഞങ്ങളുടെ ഹൃദയത്തെ മനസ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തെ അശുദ്ധമാക്കുന്ന, മനസ്സിനെ അശുദ്ധമാക്കുന്ന എല്ലാ കോപത്തിൽ നിന്നും കോപശീലത്തിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുന്ന കുടുംബ ബന്ധങ്ങളിലേക്ക് കർത്താവിൻ്റെ ക്ഷമയുടെ അഭിഷേകം കടന്നു വരട്ടെ. കർത്താവെ, കോപം മൂലം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി കടന്നു വരട്ടെ. വലിയ അഭിഷേകമുണ്ടാകട്ടെ. ഞങ്ങളുടെ ജോലി ഇടങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾ പഠിക്കുന്ന സ്ഥലങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ദേവാലയങ്ങളെ അഭിഷേകം ചെയ്യണമേ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ. പരിപാവനനെ എന്നിൽ നിന്നും തിരികെയെടുക്കരുതൻ പരനേ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകെന്നിൽ ദേവാ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകെന്നിൽ യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, എല്ലാ കുടുംബങ്ങളെയും എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ. കോപശീലത്തിൽ നിന്ന് വിടുതൽ നൽകണമേ. അഭിഷേകം നൽകണമേ. നിർമ്മലമായ ഹൃദയം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. മഹത്വം, 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 മഹത്വം. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അതേ, സമാധാനം സ്ഥാപിക്കുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. നമ്മുടെ കുടുംബ ബന്ധങ്ങളൊക്കെ ഒന്ന് നമുക്ക് പരിശോധിക്കാം. എൻ്റെ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? അതിൻ്റെ കാരണം ഈ കോപശീലമാണോ? എൻ്റെ ദാമ്പത്യ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? അതിന് കാരണം എൻ്റെ മുൻകോപമാണോ? എൻ്റെ മക്കളുമായിട്ടുള്ള ബന്ധത്തെ എന്തെങ്കിലും ആ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടോ? അതിന് കാരണം എൻ്റെ മുൻകോപമാണോ? കോപശീലമാണോ? എൻ്റെ ജോലി സ്ഥലത്ത് എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടോ? അതിന് കാരണം സമാധാനമില്ലാത്ത അവസ്ഥയ്ക്ക് കാരണം എൻ്റെ കോപശീലമാണോ? ഞാൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ, ഞാൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ ഒക്കെ സമാധാനമില്ലാത്ത അവസ്ഥകളുണ്ടോ? ഞാൻ ചെല്ലുന്ന ഇടങ്ങളിൽ, ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നിടങ്ങളിൽ അവിടേക്ക് സമാധാനമില്ലാത്ത അവസ്ഥ എൻ്റെ കോപം മൂലം കടന്നു വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. സ്നേഹമുള്ളവരെ, കർത്താവ് ദൈവപുത്രന്മാരെന്നാണ് വിളിക്കുന്നത്. സമാധാനം കൊണ്ടുവരുന്നവരെ, സമാധാനത്തിൽ ജീവിക്കുന്നവരെ അവർ ദൈവപുത്രന്മാരെന്നാണ് വിളിക്കുന്നത്. വലിയൊരു സ്ഥാനമാണ്, വലിയ അനുഗ്രഹമാണ് ലഭിക്കുന്നത്. അതേ സ്നേഹമുള്ളവരെ, ഈ സമാധാനം സ്ഥാപിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ കോപത്തെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കോപശീലത്തെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കർത്താവിൻ്റെ വചനം പറയുകയാണ്, ക്ഷമാശീലൻ കരുത്തിനേക്കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചെടുക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ്. നമുക്കറിയാം, ഒരു നഗരം പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് ഒത്തിരിയേറെ പരിശ്രമം വേണം, ഒത്തിരിയേറെ അതിനുവേണ്ടി അധ്വാനിക്കണം. അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഒരു വ്യക്തി ഒരു നഗരം പിടിച്ചെടുക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് ആ വ്യക്തിക്ക് തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുക എന്നുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? അത്ര എളുപ്പമുള്ള കാര്യമല്ല മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത്. അത്ര എളുപ്പമുള്ള കാര്യമല്ല കോപത്തെ നിയന്ത്രിക്കുക എന്നുള്ളത്.
അതിന് നമുക്ക് ദൈവകൃപ വേണം. ദൈവത്തിൽ ആശ്രയിക്കണം, വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ വന്ന് നിറയുമ്പോൾ കോപത്തെ നിയന്ത്രിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കും. കർത്താവിൻ്റെ തിരുവചനം നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകുമെന്ന്. അതേ സ്നേഹമുള്ളവരെ, നമുക്ക് കർത്താവ് നമ്മളെ പലവട്ടം ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്, കോപം നമ്മൾ അതിജീവിക്കേണ്ടതുണ്ട്, മുൻകോപത്തെ നമ്മൾ അതിജീവിക്കേണ്ടതുണ്ട്. അതോടൊപ്പം എത്രയോ കുടുംബങ്ങളിലാണ്, എത്രയോ മക്കളാണ് ഭയങ്ങളിൽ കഴിയുന്നത്. ഒരുപക്ഷെ അപ്പൻ്റെ കോപശീലം മൂലം, അല്ലെങ്കിൽ ഒരുപക്ഷെ അമ്മയുടെ കോപശീലം മൂലം എത്രയോ കൊച്ചു കുഞ്ഞുങ്ങളാണ് ഭയങ്ങളിൽ കഴിയുന്നത്. എത്രയോ കുട്ടികളാണ് വിദ്യാലയങ്ങളിൽ ഭയങ്ങളിൽ കഴിയുന്നത്. സ്നേഹമുള്ളവർ, ഇവിടെയൊക്കെ നമുക്ക് കോപത്തെ നിയന്ത്രിക്കാനുള്ള ഒരു അഭിഷേകം ലഭിക്കേണ്ടതുണ്ട്, കൃപ ലഭിക്കേണ്ടതുണ്ട്. പ്രത്യേകമായിട്ട് ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ, ദൈവമേ എൻ്റെ കോപത്തെ നിയന്ത്രിക്കുവാൻ, എൻ്റെ കുടുംബത്തിലുള്ളവരുടെ കോപത്തെ നിയന്ത്രിക്കുവാൻ ഒരു സവിശേഷമായ കൃപ ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും മറ്റു നിയോഗങ്ങൾ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ടും ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരി, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.